ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്ന മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് ആയ എന്താണ് സന്തോഷ വാർത്ത എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു 1.5 അല്ലെങ്കിൽ ഒരു മാസം 20 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അതിനുള്ളിൽ എനിക്ക് 500 സബ്സ്ക്രൈബറായി. അത് വലിയൊരു നേട്ടം തന്നെയാണ് എനിക്ക്. ഹാഫ് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് നേട്ടം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ഒരിക്കലല്ല. വാച്ച് അവർ എനിക്ക് ഇതുവരെ കയറിയിട്ടില്ല. വാച്ച് അവർ കയറാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അധികം ചെയ്തിട്ടില്ല. ഷോർട്സ് ആണ് ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വാച്ച് അവർ കയറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതലും ഷോർട്സ് വീഡിയോസാണ് ആദ്യമായി ഇട്ട് തുടങ്ങിയത്. വീഡിയോസ് ഞാൻ ഇപ്പം ഈ ഇടക്കാലം കൊണ്ടാണ് ഇപ്പോൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. കൂടി വന്നാൽ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടില്ല, ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വാച്ച് അവർ ഒന്നും ആയിട്ടില്ല. പക്ഷേ 500 സബ്സ്ക്രൈബറായി. അതെനിക്കൊരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ചാനലിൽ ഒരു 500 സബ്സ്ക്രൈബറിനെ കിട്ടിയത്. ആ സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു വലിയ നേട്ടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായവർക്കൊക്കെ 500 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല. 1000 സബ്സ്ക്രൈബേഴ്സിനെ പോലും കിട്ടുന്നവരുണ്ട്. പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നവരുണ്ട്. പക്ഷേ എനിക്ക് 500 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ വലിയ നേട്ടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫാമിലി ഗ്രൂപ്പിലോ അങ്ങനെ ഒന്നും ഒരു തരത്തിലും എനിക്ക് ഫ്രണ്ട്സ്, സ്കൂൾ മേറ്റ്സ് അങ്ങനെ ആരും തന്നെ എനിക്കില്ല. കൂടെ തന്നെ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 11-12 ഫ്രണ്ട്സേ ഉള്ളൂ. ഫേസ്ബുക്ക് എനിക്കില്ല. ഇൻസ്റ്റ ഞാൻ ഈ ഇടയ്ക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്താണ് ഇൻസ്റ്റ. അതിൽ ഞാൻ അധികം പോസ്റ്റ് ഇടാറില്ല കേട്ടോ. യൂട്യൂബ് ചാനലിലാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇൻസ്റ്റയിലങ്ങനെ ഞാൻ അധികം പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ യൂട്യൂബിലാണ് കൂടുതൽ. അപ്പം എൻ്റെ കുടുംബത്തിലേക്ക് 500 പേര് എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ 500 പേർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. 150 പേരെ ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതാണ്. എൻ്റെ ഫോഴ്സ് ചെയ്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതാണ്. അല്ലാതെ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ വീഡിയോസ് ഷോർട്സ് കണ്ടു വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, എനിക്ക് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓവർ എക്സ്പ്രഷൻസൊക്കെ വരുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നുകൊണ്ട് ഇത്രയും ആൾക്കാർ എൻ്റെ ഫാമിലിയിലേക്ക് വന്നെന്ന് പറയുമ്പോൾ എന്നെ 500 പേര് അറിയുന്നു. കൂടുതൽ 300 പേര്, എനിക്കറിയാത്ത 300 പേരായിരിക്കും കൂടുതൽ എന്നെ അറിയാവുന്നവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളിൽ തരാനൊരു മെസ്സേജും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മളിൽ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്കൊരു 100 ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ അവർ നമുക്ക് എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിന്നീട് യൂട്യൂബിൽ വീഡിയോ ഇടാതിരിക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്കും എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം നിങ്ങളിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ വെറും ഒരു മാസം 20-22 ദിവസമേ ആയുള്ളൂ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിലെനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി എനിക്ക് പരിചയമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത്രയും ദിവസത്തെ പരിചയം വെച്ച് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീച്ച് ആവുന്ന കണ്ടൻറ്റ്സ് ഇട്ടാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വരുമോ, നമ്മുടെ ചാനൽ റീച്ച് ആകത്തുള്ളൂ. ഞാൻ ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് കുക്കിംഗ് വീഡിയോസും ഫാമിലിയിലെ കുറച്ച് ഫോട്ടോസ് അങ്ങനെയുള്ള നമ്മൾ ഫാമിലിപരമായതും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമുക്ക് റീച്ചിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ എന്തെങ്കിലും കണ്ടൻറ്റും കൂടി ഇട്ടാൽ മാത്രമേ നമ്മൾ റീച്ചിലേക്ക് പോവുള്ളൂ. ബട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് റീച്ച് കിട്ടിയെങ്കിലും പിന്നെയും എൻ്റെ ചാനൽ ഡൗണായി, ഫ്രീസായി എന്ന് പറയാൻ പറ്റില്ല, ഡൗണായി. കൂടി വന്നാൽ 1000 വ്യൂവേഴ്സൊന്നും ആവുന്നില്ല. കൂടുന്ന 200, 300, 500 അതിൽ കൂടുന്നില്ല. എന്ത് വീഡിയോസ് ഇട്ടിട്ടും കൂടുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സിസ്റ്റേഴ്സിനെയൊക്കെ വെച്ച് ഡാൻസിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ ഡാൻസിൻ്റെ വീഡിയോ ഇട്ടപ്പം ഇച്ചിരി റീച്ചായപ്പോൾ എന്താ, എനിക്ക് സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക്കലി കയറാൻ തുടങ്ങി. അപ്പം നമ്മൾ നല്ല നല്ല കണ്ടന്റ് എടുത്ത് നമ്മൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് വരും.
ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബർ കയറുന്നുള്ള എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാൻ നല്ല നല്ല കണ്ടന്റ് എടുത്ത് ഷോർട്സ് ഇടാൻ തുടങ്ങി. കോമഡി വീഡിയോസ്, കോമഡി ഷോർട്സ് അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഒന്നും കൂടി അറിയിച്ചു കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങി റീച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഡൗൺ ആയി നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്, നമുക്ക് റീച്ച് ആവുന്ന കണ്ടൻറ്റ്, ട്രെൻഡിങ് ആയ കണ്ടൻറ്റൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഉറപ്പായിട്ടും റീച്ച് ആവും. കാര്യം പറഞ്ഞാൽ നമുക്ക് എത്ര കൊള്ളില്ലാത്ത ഫോണായാലും എത്ര കൊള്ളില്ല എന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കുന്ന കണ്ടൻറ്റ് പോലെ ഇരിക്കും നമ്മൾ റീച്ച് ആവുന്നത്. അല്ല എനിക്ക് നല്ലൊരു ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റീച്ച് ആവാത്തത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് പോകാത്തത് ഒരിക്കലും വിചാരിക്കില്ല. ഞാൻ ഒരു നല്ല ഫോണോ ഒരു നല്ല ക്യാമറയോ ഒരു സ്റ്റിക്കോ അങ്ങനെ ഒന്നും ഇല്ലാതെ തുടങ്ങിയ ഒരു ചാനലാണ് ഞാൻ. എന്നും പറഞ്ഞാൽ ഞാൻ ഇവിടം വരെ എത്തിയത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടുകൂടിയാണ്. എന്നാലും ഞാൻ പറയാണ്, എൻ്റെ വീഡിയോസ് കാണാനും ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 2 lakhs എബോവ് വ്യൂവേഴ്സായി ഇത്ര നാളുകൊണ്ട് എനിക്ക്. അപ്പം അതിന് ഞാൻ ഒത്തിരി സന്തോഷം ഞാൻ നിങ്ങളിൽ അറിയിക്കുന്നു. ഇതാണ് എൻ്റെ മെസ്സേജ്. നിങ്ങൾ റീച്ച് ആയില്ലെങ്കിൽ പോലും നിങ്ങൾ റീച്ച് ആവുന്ന കണ്ടന്റ് ഇട്ട് നിങ്ങൾ മുന്നേറി വരിക. ഇപ്പം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊരു മെസ്സേജ് ആയിട്ട് തന്നത്. പലർക്കും പറയാൻ മടിയുള്ളവരുണ്ടാവും. പക്ഷെ ഞാനൊരു ഫംഗ്ഷന് ചെന്നപ്പോൾ ഇങ്ങനെ റീച്ച് ആയില്ല ചേച്ചി, ഞാൻ കണ്ടന്റ് ഇടുന്നുണ്ട്. ഞാൻ ഇപ്പം ഫംഗ്ഷന് ഫസ്റ്റ് കഥ എന്താണെന്ന് വെച്ചാൽ, ഫംഗ്ഷന് പോയപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി എന്നോട് പറയും, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ചേച്ചി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതിനെന്താ, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമ്മളും ഒരു യൂട്യൂബറാണല്ലോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടി 2021 തുടങ്ങിയതാണ് യൂട്യൂബ്. പക്ഷേ ആ കുട്ടിയുടെ സബ്സ്ക്രൈബേഴ്സ് വെച്ചാൽ വെറും 212 അങ്ങനെ എന്തോ ഉള്ളൂ ആ കുട്ടിക്ക് സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാൻ ചോദിച്ചു, മോളെന്താ? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് റീച്ച് കിട്ടുന്നില്ല ചേച്ചി, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാറില്ല. ഞാൻ കൂടുതലും ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുന്ന, ആ കുട്ടിക്ക് കേക്ക് ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസാണ് കൂടുതൽ ഇടുന്നത്, പക്ഷേ എനിക്ക് റീച്ച് കിട്ടുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ അതൊരു ടൈമിങ്ങിൽ ഒന്ന് നമ്മൾ കൃത്യം ടൈമിങ് പാലിക്കുക. ഒരു ടൈമിൽ ഇട്ട് നോക്കുക നമ്മൾ റീച്ച് ആവുന്നുണ്ടോ എന്ന്. പിന്നെ നമുക്ക് ആ സമയത്ത് നമ്മൾ ഇട്ട് നോക്കി നമ്മുടെ വ്യൂവേഴ്സ് ആ സമയത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടൈമിൽ ഇടുക. അപ്പം നമുക്ക് റീച്ച് കിട്ടും. അങ്ങനെ പല ടൈമിലിടുക. ഞാൻ അങ്ങനെ പല ടൈമിലിട്ട് പരീക്ഷിച്ച ആളാണ്. ഞാൻ രാവിലെ 10:00 ഇട്ട് നോക്കിയിട്ടുണ്ട്, 11 മണിക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. പല ടൈമിലിട്ട് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ നമുക്ക് ഏത് ടൈമിലാണ് റീച്ച് കിട്ടുന്നത്. നമ്മുടെ ഗ്രാഫൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും നമ്മൾ ഈ ടൈം ഒന്ന് നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോഴേ നമ്മൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ഒരു ടൈമിലിട്ട് അടുത്ത ആഴ്ച നമ്മൾ വേറൊരു ടൈമിലിടുക. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈമിങ്ങിലാണ് നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലും കാണുന്നത് നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സ്. ആ ടൈമിൽ ഇടാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും വ്യൂവേഴ്സ് കയറും. നമുക്ക് വ്യൂവേഴ്സ് കയറുന്നതനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കയറും. ഇപ്പം ഒരു ഷോർട്സ് ചിലവർക്ക് കോമഡി വീഡിയോസ് ആയിരിക്കും ഇഷ്ടം. അപ്പം നമ്മൾ അടുപ്പിച്ച് കോമഡി വീഡിയോസ് ഇടുമ്പം അങ്ങനെയുള്ളവർ നമ്മുടെ സബ്സ്ക്രൈബർ ആവും. എനിക്ക് കൂടുതലും റീച്ച് കിട്ടിയത് ഡാൻസിന് കോമഡി ഇട്ടപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടപ്പോഴാണ്. എനിക്ക് കുക്കിംഗ് വീഡിയോസിന് അധികം സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല. അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോ അങ്ങ് പാടേ മാറ്റുന്നില്ല, ഞാൻ ഇടുന്നുണ്ട്. എന്നാലും ഞാൻ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കോമഡി വീഡിയോസ്, ഫണ്ണി വീഡിയോസ്, പിന്നെ എന്ത് വീഡിയോസാണ്, ഫണ്ണി വീഡിയോസും, പിന്നെ അത്യാവശ്യം ഞാൻ വ്ളോഗ്സ് ഇടുന്നുണ്ട്. അങ്ങനെയുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കൂടുതലും. അങ്ങനെ ഇടുമ്പോൾ മാത്രമേ എൻ്റെ ചാനലിൽ റീച്ച് കിട്ടുന്നുള്ളൂ. കൂടുതലും യൂട്യൂബ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും നമുക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് ചെയ്താലാണ് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടാകുന്നതെന്ന് നമുക്ക് യൂട്യൂബ് തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെ യൂട്യൂബ് സജസ്റ്റ് ചെയ്തത് എനിക്ക് കോമഡി വീഡിയോസ്, ഫണ്ണി വീഡിയോസും, പിന്നെ അതുപോലെ ഡാൻസ് വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസാണ് ഇപ്പം എൻ്റെ ചാനലിൽ റീച്ചായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. യൂട്യൂബ് തുടങ്ങി ചേച്ചി ഡൗൺ ആയി നിൽക്കുക എന്ന് പറയുന്ന എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ഡൗൺ ആയാലും നമ്മൾ ഒരിക്കൽ റീച്ചിലെത്തും. അങ്ങനെ റീച്ചിലെത്തിയൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇട്ടപ്പോൾ 200 സബ്സ്ക്രൈബർ അത്രയും കിട്ടുള്ളൂ. ഞാൻ എല്ലാവരോടും പറഞ്ഞും പറയിപ്പിച്ചും കാല് പിടിച്ചും ചെയ്യിച്ചതാണ് 10-200 സബ്സ്ക്രൈബേഴ്സ്, 150 സബ്സ്ക്രൈബേഴ്സ്. പിന്നീട് മിറാക്കിൾ പോലെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഓരോ ഷോർട്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് ഇടുമ്പോൾ അത് റീച്ച് ആവുന്നതനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബർ കയറും. നമ്മളിനി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് വാച്ച് അവറിലാണ്. ഇപ്പം ഞാൻ വാച്ച് അവറാണ് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷോർട്സ് ഇടുക, ഷോർട്സ് ഇട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും.
അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ ആദ്യമായി തുടങ്ങിയവർക്കും തുടങ്ങാൻ പോണവർക്കൊക്കെ എനിക്ക് തരാനുള്ള മെസ്സേജ്, തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റീച്ചിലെത്തണം എന്നില്ല, പയ്യെ നമ്മൾ എത്തും. ഈ കാണുന്ന 1 മില്യൺസ് അല്ലെങ്കിൽ 4 മില്യൺസ് വ്യൂവേഴ്സ് ആയവരൊക്കെ നമ്മളെപ്പോലെ തന്നെ പിച്ച വെച്ച് തുടങ്ങിയതിന് ശേഷമാണ് അവർ ഒരു വലിയൊരു പൊസിഷനിലെത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയാൽ നമ്മളെത്തുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും, എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഒത്തിരി സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് നിൽക്കണമെന്നും എൻ്റെ വീഡിയോസ് കാണണമെന്നും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.